നമ്മളൊക്കെ ഏറെ അനുഗ്രഹീതരാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത്, കേരളമെന്ന സംസ്ഥാനത്തിൽ ഇങ്ങനെ സ്വസ്ഥമായി ഇരിക്കാനും അള്ളാഹുവിൻ്റെ ദീൻ പ്രബോധനം ചെയ്യാനും വിശുദ്ധ ഇസ്ലാം എന്ന മതത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമാക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദീൻ ചർച്ച ചെയ്യപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും വളരെ സജീവമായി നാം പങ്കെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ നമ്മുടെ ജീവിതം ലക്ഷ്യമാക്കുന്ന സ്വർഗത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാം എന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നതും ഈ ആശയ പ്രബോധന രംഗത്ത് സജീവമായി ഇടപെടുന്നതും. അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന ഇങ്ങനെയുള്ള സംരംഭങ്ങളിൽ നാം ഒത്തുചേരുന്നതോടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് തിരിച്ചറിയുന്ന ആളുകളാണ് നാം. നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് അതൊരു സന്തോഷവും കുളിരുമൊക്കെയാണ്. നമസ്കാരത്തിന് ശേഷം വളരെ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ലഭിക്കുന്ന ഒരു കുളിരുണ്ട്, ഒരു സന്തോഷമുണ്ട്. അതിലേറെ പ്രാധാന്യമുള്ള പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടി മറ്റൊരാൾ പ്രാർത്ഥിക്കുന്നു എന്നത്. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെ വളരെ പെട്ടെന്ന് ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുമെന്നാണ്. ഇതിലേറെ പ്രാധാന്യമുള്ള ഒന്നാണ് ഇങ്ങനെയുള്ള സദസ്സുകളിൽ നാം ഒരുമിച്ച് കൂടുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മുടെ പാപമോചനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഒരാവശ്യത്തിന് വേണ്ടി, ഒരു ഹാജത്തിന് വേണ്ടി, മറ്റൊരാവശ്യത്തിന് വേണ്ടി വന്ന ഒരു മനുഷ്യൻ ഇസ്ലാമികമായ സദസ്സാണ് എന്നറിഞ്ഞപ്പോൾ അയാൾ അവിടെ ഇരുന്നു. അയാളുടെ പാപവും അള്ളാഹു പൊറുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുന്നത് അയാളുടെ പാപവും അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുമെന്നാണ്. അപ്പോൾ ഏറെ ശ്രേഷ്ഠകരമായ സദസ്സുകൾ ഇങ്ങനെ സജീവമാകുമ്പോൾ ഇസ്ലാമികമായ എല്ലാ സദസ്സുകളിലും സജീവമായി പങ്കെടുക്കാൻ സഹോദരന്മാരും സഹോദരിമാരുമെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മളൊക്കെ ഏറെ അനുഗ്രഹം ലഭിച്ച ആളുകളാണ്, ഏറെ അനുഗ്രഹീതരാണ്. നമ്മൾ അനുഗ്രഹീതരാണ് എന്ന് നാം വിചാരിക്കണമെങ്കിൽ നമുക്ക് എത്ര അനുഗ്രഹം വേണം? നമ്മൾ അനുഗ്രഹീതരാണ് എന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെടണമല്ലോ. നമ്മൾ മദ്രസയിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട്, കൈഫൽ ഹാൽ എന്ന് ചോദിച്ചാൽ എന്താണ് തിരിച്ചു പറയേണ്ടത്? സൈൻ അൽഹംദുലില്ലാ അല്ലെങ്കിൽ ബി ഖൈർ അൽഹംദുലില്ലാ എന്നൊക്കെ പറയണമെന്ന്. അങ്ങനെ കേവലം ഒരു പറച്ചിൽ മാത്രമല്ല, അതിനപ്പുറം നമ്മൾ സത്യസന്ധമായി നമ്മുടെ മനസ്സിൽ വിചാരിക്കണം, ഞാൻ അനുഗ്രഹീതനാണ് എന്ന്. ഞാൻ അനുഗ്രഹീതനാണ് എന്ന് സത്യസന്ധമായി വിചാരിച്ചു കഴിഞ്ഞാലേ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഓർത്തുകൊണ്ട് ആ അനുഗ്രഹങ്ങളെ വകവെച്ചുകൊണ്ട് അതോർത്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് സത്യസന്ധമായി ബോധ്യപ്പെടണമെങ്കിൽ നമുക്ക് എത്ര അനുഗ്രഹം വേണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചു, മൻ അസ്ബഹ മിൻകും ആമിനം ഫി സിർബിഹി. നിങ്ങൾ ജീവിക്കുന്ന വീട്ടിൽ ഒരു ദിവസം സുബഹി നമസ്കാരത്തിന്, അതല്ലെങ്കിൽ സുബഹിക്ക് നിങ്ങൾ എഴുന്നേറ്റു. ആ സമയത്ത് നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും നിർഭയത്വമുള്ള ഒരവസ്ഥയുണ്ടോ എങ്കിൽ നാം അനുഗ്രഹീതരാണ്. അപ്പോൾ ആരെയും പേടിക്കാതെ നിർഭയത്വമുള്ള ഒരു സാഹചര്യം ഒരു വീടിനും ഒരു നാടിനും ഉണ്ടോ എങ്കിൽ നാം അനുഗ്രഹീതരാണ്. അങ്ങനെ ഇല്ലാത്ത എത്രയോ മനുഷ്യന്മാർ ലോകത്തുണ്ട്. നിർഭയത്വമില്ലാത്ത മനുഷ്യന്മാർ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം നിർഭയത്വത്തോടു കൂടി ജീവിക്കുന്നത്. നമുക്ക് തന്നെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ രാജ്യത്ത് തന്നെ ആസാമിൽ ഒരു 2 ദിവസം മുൻപാണ് അവിടെയുള്ള ആളുകളോട് പറയുന്നത്, നിങ്ങളെല്ലാവരും കുടിയിറങ്ങണം. ബീഹാറിൽ ഏകദേശം 65 ലക്ഷത്തോളം ആളുകളാണ്
അവരുടെ വോട്ടിംഗ് ലിസ്റ്റിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ലോകത്ത് നിർഭയത്വം നഷ്ടപ്പെട്ട കുറേ ആളുകളുണ്ട്. ഫലസ്തീനികൾ നിർഭയത്വം നഷ്ടപ്പെടുന്ന ആളുകളാണ്. ഫലസ്തീനിലെ പിഞ്ചു കുട്ടികൾ വൈകുന്നേരമായാൽ ഗ്രൗണ്ടിലിറങ്ങി കളിക്കുമ്പോൾ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു പോകുമെന്ന മക്കൾക്ക് ഉറപ്പില്ല. എപ്പോഴും അവരുടെ ശരീരത്തിലേക്ക്, അവരുടെ വീട്ടിലേക്ക് ബോംബ് വന്ന് വീഴാം. അപ്പോൾ അവിടെ നാം നിർഭയത്വമുള്ള ആളുകളാണ്. രണ്ടാമത്തേത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു, മുആഫൻ ഫി ജസദിഹി, നമ്മുടെ ശരീരത്തിന് ആഫിയത്തുണ്ടോ, നാം അനുഗ്രഹീതരാണ്. നമുക്കിങ്ങനെ ഇരിക്കാൻ കഴിയുന്നു, ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു, ഇത് ആഫിയത്തുള്ളത് കൊണ്ടാണ്. നമ്മുടെ ചിന്തയിൽ, ആലോചനയിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും കൂടുതലില്ലാത്തത് നാം ആഫിയത്തുള്ളത് കൊണ്ടാണ്. ഒരു ദിവസം രാവിലെ വെറുതെ ലാബിൽ പോയി ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തു. അതിൻ്റെ റിസൾട്ട് നമ്മുടെ കയ്യിലേക്ക് ലഭിച്ചു. അതിൽ ചില ഭാഗങ്ങൾ മാത്രം പ്രത്യേകമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ വെറുതെ ഒരു ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ നമ്മളോട് പറഞ്ഞു, നിങ്ങളുടെ കിഡ്നിക്ക് തകരാറ് ആണ് കേട്ടോ. അതുകൊണ്ട് ആദ്യം നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിന് നിങ്ങൾ ലിമിറ്റ് നിശ്ചയിക്കേണ്ടതുണ്ട്. ഡോക്ടറെ, എത്ര വെള്ളം കുടിക്കാം? ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്കൊരു 500 മില്ലി വെള്ളം കുടിക്കാം. 500 മില്ലി വെള്ളം എന്ന് പറഞ്ഞാൽ അത് 2.5 ഗ്ലാസ് വെള്ളമാണ്. അത് വെള്ളം മാത്രമല്ല, കഞ്ഞിവെള്ളം അതിൽ പെട്ടു, ചായ അതിൽ പെട്ടു, പച്ചവെള്ളം അതിൽ പെട്ടു, ഓറഞ്ചിൻ്റെ നീര് വരെ ആ 2.5 ഗ്ലാസ്സിൽ ഉൾപ്പെട്ടു. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതം ഒതുങ്ങുകയാണ്, നമ്മുടെ ജീവിതം ചുരുങ്ങുകയാണ്. 1-2 മാസം കഴിഞ്ഞു, നമുക്ക് സ്വസ്ഥമായി മലമൂത്ര വിസർജനം നടത്താൻ വേണ്ടി കഴിയുന്നില്ല. ഹോസ്പിറ്റലിലേക്ക് പോയി. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ഡയാലിസിസ് ചെയ്യണം കേട്ടോ എന്ന്. അള്ളാഹു നമ്മെ കാക്കട്ടെ. കാരണം അതിനൊക്കെ നമുക്ക് പ്രാർത്ഥനകളുണ്ട്. പ്രാർത്ഥിച്ചാലും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരും. എന്നാലും നമുക്കൊരു സമാധാനം ഉണ്ടാകും. അള്ളാഹുവേ, ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും നിന്റെ പരീക്ഷണങ്ങൾ എനിക്ക് വന്നല്ലോ. അത് നമുക്കൊരു സമാധാനമുണ്ടാകും. പരലോകത്തെക്കുറിച്ച് കൂടുതൽ പ്രതീക്ഷയുണ്ടാകും. തിങ്കളാഴ്ച രാവിലെ ഡയാലിസിസിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. 4 മണിക്കൂറാണ്. ആയിരക്കണക്കിന് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിൽ ഒരൊറ്റ അവയവത്തിനു വേണ്ടി 4 മണിക്കൂറാണ് ഡയാലിസിസ് സെന്ററിൽ നമ്മൾ കിടന്നു കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വരുന്നു, ക്ഷീണം. ചൊവ്വാഴ്ചയായി, ഒന്ന് ഉഷാറായി. ബുധനാഴ്ച രാവിലെ വീണ്ടും പോണം. വ്യാഴാഴ്ച ഒന്ന് ഉഷാറായി, വെള്ളിയാഴ്ച വീണ്ടും പോണം. ഗവൺമെന്റിലൊക്കെ നടത്തുന്നവരാണെങ്കിൽ ഞായറാഴ്ചയായിരിക്കും അവർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുക. കാരണം ഞായറാഴ്ച ഡയാലിസിസ് ചെയ്യേണ്ട ദിവസമാണ്. പക്ഷേ അവിടെ അന്ന് ഡയാലിസിസ് ഇല്ല, അവധിയാണ്. അവരാലോചിക്കുക, ആഗ്രഹിക്കുക, എങ്ങനെങ്കിലും ഒന്ന് തിങ്കളാഴ്ചയായിരുന്നെങ്കിൽ എന്നാണ്. അത് മനുഷ്യരിങ്ങനെയുണ്ട്. ലോകത്തൊരുപാട് പരീക്ഷണങ്ങൾ, ആഫിയത്ത് നഷ്ടപ്പെട്ട ആളുകൾ ലോകത്തുണ്ട്. എനിക്കറിയാം. ഞാൻ ഒരു ദിവസം ഒരു വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നപ്പോൾ ആ വീട്ടിൽ ഒരാൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഒരാൾ കട്ടിലിൻ്റെ അടുത്ത് ഒരു മരത്തിൻ്റെ കഷ്ണമെടുത്ത് ആ കട്ടിലിൽ ഇങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം ഇങ്ങനെ കിടക്കുന്നത്. 10 മിനിറ്റ് ഏകദേശം കഴിഞ്ഞു. അദ്ദേഹം കൈ താഴ്ത്തി. എന്നിട്ട് അദ്ദേഹം കരഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ നമസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടിക്കഴിഞ്ഞാൽ മയക്കത്തിലേക്ക് പോകാൻ. കാരണം 4 മണിക്കൂർ ഇടവിട്ട് ക്യാൻസറിനുള്ള മോർഫിൻ്റെ വേദനക്കുള്ള ഗുളിക കഴിക്കണം. എന്തിനാണ് മരക്കഷ്ണം എടുത്ത് കട്ടിലിൽ അടിക്കുന്നതെന്നോ? ഭർത്താവ് ഭാര്യയോട് പറഞ്ഞതാ, എനിക്കൊരു 4 റക്അത്ത് മയങ്ങാതെ ഉറങ്ങാതെ നമസ്കരിക്കണം. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ശബ്ദം ഉണ്ടാക്കുന്നു. പക്ഷെ ആ ശബ്ദമുണ്ടാക്കി കഴിഞ്ഞാലും മയക്കത്തിലേക്ക് പോകുന്നു. ഇതേ വ്യക്തി ഈ അവസ്ഥ വരുന്നതിൻ്റെ ഒരു 3 മാസം മുൻപ് ഞാൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലേക്ക് വന്ന് എന്നോട് ചോദിച്ചു, ഇവിടെ എവിടെയാണ് ടോയ്ലറ്റ് ഉള്ളത്? അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞതെന്നറിയോ? എനിക്ക് ടോയ്ലറ്റ് വേണ്ട എന്നുള്ളത് നിങ്ങൾക്ക് അറിയുമല്ലോ, കാരണം എൻ്റെ ഒരു കുടുംബത്തിൽപ്പെട്ട ആളാണ്, അറിയും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തുണിയെടുത്ത ഈ ഒരു ഭാഗം ഇങ്ങനെ കൈ ഇങ്ങനെ നെക്കിയിട്ട് ഒരു പ്രത്യേക ഒരു കവറിൻ്റെ ശബ്ദം, കവറിൽ നിന്നുണ്ടാകുന്നൊരു ശബ്ദം. അദ്ദേഹം പറഞ്ഞു, മലം ഇതിൽ നിറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ സിബ് ഊരി ഇത് ഇനി ടോയ്ലറ്റിൽ ഒഴിവാക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പം അവിടെയാണ് നമ്മളൊക്കെ അനുഗ്രഹീതരായി, അള്ളാഹു അനുഗ്രഹിച്ചവരായി നമ്മൾ ജീവിക്കുന്നത്.
അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, മുആഫം ഫീ ജസദിഹി, നമ്മുടെ ശരീരത്തിന് ആഫിയത്തുണ്ടോ, നാം അനുഗ്രഹീതരാണ്. ഇൻദഹു ഖൂതു യൗമിഹി, ഒരു ദിവസം കഴിക്കാനുള്ള ഭക്ഷണമുണ്ടോ, നാം അനുഗ്രഹീതരാണ്. ഒരൊറ്റ ദിവസം കഴിക്കാനുള്ള ഭക്ഷണം, രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം, നാം അനുഗ്രഹീതരാണ്. അപ്പൊ നാം അനുഗ്രഹീതരാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാലേ, നമുക്ക് ബോധ്യപ്പെടണം, എങ്കിലേ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ചില സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലുമൊക്കെ ധാരാളമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചാൽ നമ്മൾ പിടുത്തം വിട്ടു പോകും. മറിച്ചോ, എൻ്റെ ശരീരം അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്, എൻ്റെ സമ്പത്ത് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്, ഞാൻ കഴിക്കുന്ന ഭക്ഷണം അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്, എൻ്റെ പെൺമക്കൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, എൻ്റെ ആൺകുട്ടികൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, ഞാൻ യാത്ര ചെയ്യുന്ന വാഹനം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, എൻ്റെ വീട് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഈ അനുഗ്രഹം ലഭിച്ച അനുഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തുകൂടാ എന്ന് നാം വിചാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലകളും നന്നായി തീരും. പക്ഷെ ചില സമയങ്ങളിൽ ഈ അനുഗ്രഹങ്ങളൊക്കെ ആഡംബരത്തിന് വേണ്ടി, ആളുകളെ കാണിക്കാൻ വേണ്ടി, നിലമറന്നുകൊണ്ട് ജീവിക്കാൻ വേണ്ടി സമൂഹത്തിൽ ആളുകൾ ഉപയോഗിക്കുന്നു എന്നതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ പെൺകുട്ടിക്ക് അതല്ലെങ്കിൽ നമ്മുടെ ആൺകുട്ടിക്ക് ഒരു വിവാഹം വന്നു, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, ഒരു തർക്കമല്ല. ആ അനുഗ്രഹം കല്യാണ ദിവസം മാത്രം മതിയോ? പോരാ. നമ്മുടെ ഏത് പെൺകുട്ടിയാണെങ്കിലും ആ പെൺകുട്ടിയെ ഒരൊറ്റ പ്രാവശ്യം വിവാഹം കഴിപ്പിക്കുന്നതാണ് നമുക്കൊക്കെ ഇഷ്ടം. നമ്മുടെ ആൺകുട്ടി ഒരൊറ്റ പ്രാവശ്യം വിവാഹം കഴിക്കുന്നതാണ് നമുക്കിഷ്ടം. അതുകൊണ്ട് ആ വിവാഹബന്ധം, വിവാഹം കഴിഞ്ഞ് മരണം വരെ, മരണാനന്തര ജീവിതത്തിലും ഒരു ഭാര്യയായി, ഭർത്താവായി അവർ ജീവിച്ചു പോകണം എന്നതാണ് ആഗ്രഹം. അപ്പൊ അതിനെന്തു വേണം? അതിന് എൻ്റെ മകൾക്ക് വന്ന, എൻ്റെ ആൺകുട്ടിക്ക് വന്ന, എൻ്റെ പെൺകുട്ടിക്ക് വന്ന വിവാഹം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, നിഅമത്താണ്. നിക്കാഹ് എന്നാൽ അതൊരു ഇബാദത്താണ് എന്ന ഓർമ്മ നമുക്ക് വേണം. എന്നാൽ സമൂഹത്തിൽ പലപ്പോഴും അതുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. ഒരു കല്യാണത്തിൻ്റെ തുടക്കം മുതൽ ദീനുള്ള ഒരു പെൺകുട്ടി വേണം. ആരെയാണ് പലപ്പോഴും ആളുകൾ പരിഗണിക്കാറുള്ളത്? ദീൻ എന്നത് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടായിക്കൊള്ളാം, ബാക്കിയുള്ളതെല്ലാം ഉണ്ടാകട്ടെ ആളുകൾ ചിന്തിക്കുമ്പോൾ പിന്നെ കല്യാണം ആലോചിച്ച ഭർത്താവിൻ്റെ ഉമ്മക്ക് ആ വീട്ടിൽ സ്വസ്ഥതയില്ല, ഉപ്പക്ക് ആ വീട്ടിൽ സ്വസ്ഥതയില്ല. ദീനില്ലാത്ത ഒരു പെൺകുട്ടി വീട്ടിലെത്തിയത് കൊണ്ട് ഈ ആൺകുട്ടിക്കും ഒരു സമാധാനമില്ല, ആൺകുട്ടിക്ക് ദീനില്ലെങ്കിലോ ഈ പെൺകുട്ടിക്കും ഒരു സമാധാനമില്ല. അതുകൊണ്ട് വിവാഹമെന്ന് പറയുന്ന ആ അനുഗ്രഹത്തിൽ ദീൻ പരിഗണിക്കണമെന്നത് തൊട്ട് നാം പലപ്പോഴും ജീവിതത്തിൽ പതിയെ പതിയെ പിന്മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇനി വിവാഹമോ, വിവാഹത്തിന്റെ ദിവസമോ ഒരു പിതാവ് പറയുന്നു, 9 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ പെൺകുട്ടിയുടെ വിവാഹത്തിന്. ഞാൻ കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയ പണമാണ്. 3 മാസമാണ് എനിക്ക് ലീവുള്ളത്. 15ാമത്തെ ദിവസമാണ് ഞാൻ എൻ്റെ മകളുടെ നിക്കാഹ് നിശ്ചയിച്ചിട്ടുള്ളത്. എന്തിനാ? 2.5 മാസം എനിക്കും എൻ്റെ ഭാര്യക്കും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ. അദ്ദേഹം പറയാ, വിവാഹം ആലോചിച്ചു, പെണ്ണ് കാണൽ കഴിഞ്ഞു, കുട്ടിയുടെ വിവാഹത്തിന്റെ ഡേറ്റ് നിശ്ചയിച്ചു, ഓരോരുത്തരായി വീട്ടിലേക്ക് വരാൻ തുടങ്ങി. വീടൊക്കെ കയറ്റുമ്പോൾ എഞ്ചിനീയർമാർ വരുന്നത് പോലെയാണ് കല്യാണം നടത്താൻ ചില ആളുകൾ വരുന്നത്. ഒരു വലിയ ടാബും കൊണ്ടൊരാൾ വന്നു. അത് ഇവിടെ അങ്ങോട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ബില്ല് വരും. അപ്പൊ ഇയാളിങ്ങനെ വന്ന് ഈ മനുഷ്യന്റെ വീട്ടിൽ വന്ന് പറഞ്ഞു, അരിക്കുത്ത് കല്യാണം. അപ്പൊ അദ്ദേഹത്തിന് ഇതെന്താന്ന് മനസ്സിലായില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഏയ് വേണ്ട, അരിക്കുത്ത് കല്യാണം വേണ്ട. അപ്പോൾ ഭാര്യ ഒന്ന് അയാളങ്ങനെ തോണ്ടിന്ന്. അപ്പൊ അയാൾ പറഞ്ഞു, ഒരു 4 വർഷം പ്രവാസിയായി ജീവിക്കുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നാട്ടിലുള്ള ഭാര്യയടക്കമുള്ള ആളുകൾ വിചാരിക്കുന്ന എന്താ അറിയോ? ഈ മനുഷ്യൻ ഈ ലോകത്തെക്കുറിച്ചൊന്നും ഒരു ചിന്തയില്ല എന്നാണ്. അപ്പം അദ്ദേഹം മൂളിക്കൊടുത്തു. 2ാമത് മഞ്ഞക്കല്യാണം. അപ്പം അദ്ദേഹം ഇങ്ങനെ എല്ലാവരും മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയെന്ന്.
അപ്പോൾ മകൾ അവിടുന്ന് ഇങ്ങനെ ഒരു നോട്ടം, അപ്പോൾ അയാൾ മൂളിക്കൊടുത്ത്. അങ്ങനെ ഒരു കല്യാണത്തിന് മുൻപ് പല ടൈപ്പ് കല്യാണങ്ങളുടെ ലിസ്റ്റ് ഇയാൾ അവതരിപ്പിക്കുകയാണ്. അപ്പം ഇയാൾ പറയാണ്, അരിക്കുത്ത് കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു പഴയ 250 റുപ്യക്ക് കിട്ടുന്ന ഒരു വീട്, പിന്നെ ഇവിടുന്നൊക്കെ ഒഴിവാക്കപ്പെട്ട കുറെ മേശയും ഡെസ്കും കസേരയും സ്റ്റൂളൊക്കെ, പിന്നെ കുറച്ച് നെല്ല്, ആ നെല്ല് കുത്താൻ പഴയ കുറച്ച് ആളുകൾ, കാരണം പുതിയ ആളുകൾക്ക് ഇത് അറിയില്ല. എന്നിട്ട് അവരൊക്കെ പോകുന്നു. കല്യാണത്തിന് മുൻപ്, ഒരു കല്യാണം നടത്തുന്നതിന് മുൻപ് അതിങ്ങനെ ആർഭാടമാക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടുമായി ഈ കല്യാണത്തിന് മുൻപ് നടത്തപ്പെടുന്ന ഈ ആഡംബരത്തിന്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ എന്തിനാണ് നാം നടത്തുന്നത്? എന്തിനാണ് നടത്തുന്നത്? അപ്പൊ നമ്മുടെ മനസ്സിൽ അതിനൊരു ഉത്തരം ഉണ്ടാവും. സ്റ്റാറ്റസ് ഇടാൻ, 1 മിനിറ്റ് സ്റ്റാറ്റസിന്, അതല്ലെങ്കിൽ 30 സെക്കൻഡ് സ്റ്റാറ്റസിന്. മഞ്ഞക്കല്യാണം, മഞ്ഞള്, മല്ലിക, മഞ്ഞവെള്ളം, മഞ്ഞ പോളിസ്റ്ററിന്റെ ഷർട്ട്, ഉമ്മമാർക്കാണ് ഈ കുപ്പായം. ലോകത്തേതെങ്കിലും മനുഷ്യന്മാര് മഞ്ഞ പോളിസ്റ്ററിന്റെ ഷർട്ട് ധരിക്കുവോ? ഇല്ല, പക്ഷെ അന്ന് ധരിക്കും. ഏതെങ്കിലും 75 വയസ്സായ വല്യമ്മ മഞ്ഞ പോളിസ്റ്ററിന്റെ കുപ്പായിടോ? ഇല്ല, അന്നിടും. അന്ന് മൊത്തം മഞ്ഞൻ, മഞ്ഞ കേക്ക്, അത് മുഖത്ത് പുരട്ടി മൊത്തം മഞ്ഞൻ. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഈ മഞ്ഞ കല്യാണം? എന്തിനാണ്? നമ്മൾ ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കൂ, എന്തിനാണ്? ഒറ്റുത്തരേ ഉള്ളൂ, സ്റ്റാറ്റസ് ഇടാൻ. അപ്പൊ അവിടുന്ന് മറക്കൻ. ഇതെങ്ങനെ നടക്കുന്നത്? ഉപ്പ ഗൾഫിൽ പോയി, ലക്ഷക്കണക്കിന് രൂപയുണ്ടായി, മകൾക്ക് വിവാഹം വന്നു. വിവാഹം നിശ്ചയിച്ച ദിവസം മുതൽ നാം അള്ളാഹുവിനെ മറക്കുന്നു, ആഡംബരത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നു. സ്റ്റാറ്റസ് എന്ന സംസ്കാരം നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നു. അത്യാവശ്യം സ്റ്റാറ്റസ് ഫോട്ടോ ഇടുന്നതിനല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഈ സ്റ്റാറ്റസ് എന്ന സംസ്കാരം നമ്മുടെ വീടകങ്ങളിലേക്ക് കടന്നു വന്നപ്പോ നഷ്ടപ്പെട്ടു പോയ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ആലോചിക്കണം. എന്നാലേ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു സ്റ്റെപ്പ് നമുക്ക് ബാക്ക് നിൽക്കാൻ കഴിയുള്ളൂ. ഒന്ന് എന്താണെന്നറിയോ? ഒന്ന് സ്ട്രെസ്സാണ്. ആർക്ക്? ഗൾഫിലുള്ള ബാപ്പാക്ക്. ഇയാൾ പറയൺ, ഞാൻ 3 മാസം കഴിഞ്ഞ് ഗൾഫിലേക്ക് പോകാൻ, 2 മാസം ഒരു മനസ്സമാധാനം ഇല്ലാതെയാണ് ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ കഴിഞ്ഞ്. കാരണം എന്താ? 5 ലക്ഷം രൂപ വീണ്ടും കടം. ഇനി ഈ കടം ഗൾഫ് പോയിട്ട് എന്ത് ചെയ്യുന്നുള്ളത്? ഈ മനുഷ്യൻ ഇനിയും 2 വർഷം നാട്ടിലേക്ക് വരാൻ കഴിയില്ല. ഒരു കല്യാണം കഴിഞ്ഞപ്പോഴേക്ക് ബാപ്പാക്ക് സ്ട്രെസ്സായി. കാരണം എന്താ? ഈ കടമൊക്കെ ബാപ്പാക്ക് വീട്ടണം. രണ്ടാമത്തേത്, ഈ റിയൽ ലൈഫ് സാറ്റിസ്ഫിക്കേഷൻ എന്ന ഒന്നുണ്ട്. അത് വൈവാഹിക ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു. എന്താണെന്ന് അറിയങ്ങള്? ഒരു ഭർത്താവ് ഒരു ഭാര്യയോട് അടുക്കളയിൽ നിൽക്കുമ്പോൾ സന്തോഷത്തോടെ സ്നേഹത്തോടെ സല്ലപിക്കുന്നു, സംസാരിക്കുന്നു. ഇതൊന്നും പുതിയ തലമുറക്ക് ഇഷ്ടമായി കിട്ടണില്ല. അതുകൊണ്ടാണ് എൻ്റെ ഇപ്പോൾ കഴിഞ്ഞ മാസം നടന്ന നിക്കാഹാണല്ലോ, എൻ്റെ ഇപ്പോൾ അതിപ്പോൾ ത്വലാഖിന് വെച്ചിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ പെൺകുട്ടിയോട് ചോദിക്കുക, ഫുഡ് കഴിക്കാറില്ലേ? ഉണ്ട്. യാത്ര പോകാറില്ലേ? ഉണ്ട്. സ്നേഹല്ലേ? ഉണ്ട്. പിന്നെന്താ? വൈബില്ല. വൈബ് പോരാ. എന്താ വൈബ് എന്ന് പറഞ്ഞാൽ, ഒരു ഭാര്യയും ഭർത്താവും ഇരുന്നിങ്ങനെ സംസാരിക്കുമ്പോൾ നല്ല സന്തോഷമാണ്. പക്ഷെ അത് ആരെ അനുഭവിക്കുന്നുള്ളൂ? ഞാൻ എൻ്റെ ഭാര്യയോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ അത് അനുഭവിക്കുന്നുള്ളൂ. പക്ഷെ അതൊരാൾ ഫോട്ടോ എടുത്ത് അതൊന്ന് സ്റ്റാറ്റസ് വെച്ച് അതിന് നല്ലൊരു മ്യൂസിക് ഇട്ട് അത് എത്ര ആൾ കണ്ടു എന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫിക്കേഷൻ ഉണ്ട്. അത് റിയൽ അല്ല. അത് ഇപ്പം അങ്ങനെയാണല്ലോ. ഇപ്പൊ ഒരാളെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും, സ്റ്റാറ്റസിലൊക്കെ ഉഷാറാണ്, സത്യത്തിൽ സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ്. കാരണം എന്താ? സ്റ്റാറ്റസിൽ എല്ലാവരും ഉഷാറാണ്, എല്ലാവർക്കും സന്തോഷമാണ്, ആരും ആരോടും പായ്യരൊന്നും പറയണില്ല. പക്ഷേ റിയൽ ലൈഫ് പലപ്പോഴും നഷ്ടപ്പെടുന്നു. ഇതിൻ്റെ ഒരു പ്രശ്നമാണ്. ഒറിജിനൽ ജീവിതം നഷ്ടപ്പെടുകയാണ്. മൂന്നാമത്തേത്, നമ്മുടെ പ്രൈവസി പലപ്പോഴും നഷ്ടപ്പെടുന്നു. എന്തുകൊണ്ട് പല വിവാഹ ജീവിതങ്ങളും പെട്ടെന്ന് ത്വലാഖിലേക്ക് എത്തുന്നു എന്ന് ചോദിക്കുമ്പോൾ, വിവാഹ ദിവസത്തിന്റെ അന്നത്തെ ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ വ ജമഅ ബൈനകുമാ ഫീ ഖൈർ എന്ന പ്രാർത്ഥനയ്ക്ക് ഒരർഹതയുമില്ലാത്ത വിവാഹങ്ങളാണ് പലപ്പോഴും നാട്ടിൽ നടക്കുന്നത്, അല്ലേ? വിവാഹം കഴിഞ്ഞ് നിക്കാഹ് നടത്താൻ വന്ന മൗലവിനോടും പള്ളി കമ്മിറ്റിക്കാരോടൊക്കെ ആണ് മുന്നിൽ പോയി ഇരിക്കാൻ പറയും. ഇരുന്നു. അപ്പം ഇങ്ങനെ ഒരു മഞ്ചക്കുമായി ഒരു മല്ലക്കുമായി ഇങ്ങനെ കുറച്ച് ആളുകൾ ഇങ്ങനെ കടന്നു വന്നിട്ട് ആദ്യം ഈ ചെറുപ്പക്കാരനോളിങ്ങനെ സ്റ്റേജിലേക്ക് കയറ്റി, പിന്നെ സ്റ്റാറ്റസിന് വേണ്ടി 3 കറക്കലുകൾ കറക്കി
ആ സ്റ്റേജിൽ നിന്ന് തന്നെ ആ ഭാര്യയെ ഒരു ചുംബനം കൊടുക്കുകയാണ്. ഓൻ ഒരിക്കലും മനസ്സിലാകണില്ല, കാണുന്നവർക്കൊന്നും തോന്നുന്നില്ല ഇത് ഇവിടുന്നല്ല നടത്തേണ്ടത് എന്ന്. എന്താണെന്നറിയോ, നമ്മളൊക്കെ അങ്ങനെയായി മാറി, നമ്മുടെ മക്കൾ അങ്ങനെയായി മാറി. ഓങ്ങനെ മുട്ടുങ്കാല് കുത്തി നിൽക്കണ്, ഓളിങ്ങനെ വരുന്ന്, പ്രത്യേകമായ രൂപങ്ങളൊക്കെ വരുന്ന്. ഏറ്റവും ചുരുങ്ങിയത് വിവാഹത്തിന് വേണ്ടി ആളുകളെ ക്ഷണിക്കുമ്പോൾ എല്ലാവരും നമ്മുടെ ക്ഷണിതാക്കളാണ്, അതിഥികളാണ്. അതുകൊണ്ട് എന്തു വേണം, എല്ലാവരെയും ആദരിക്കണം. അല്ലാതെ 5% ആളുകൾക്ക് തൃപ്തി ഉണ്ടായാൽ പോരാ, എല്ലാവരെയും ആദരിക്കണം. ഇത് താഴെ ഇരിക്കുന്ന എല്ലാവർക്കും കാണാൻ പറ്റിയതാണോ? അല്ല. അപ്പൊ എല്ലാവരും ബഹുമാനിക്കണം, എല്ലാവരെയും ആദരിക്കണം. പക്ഷെ എന്തേ മുസ്ലിം സമുദായത്തിൽ മാത്രം ഇതില്ലാതെ പോയത്? ഞാൻ ഈ അടുത്ത് എൻ്റെ 2 സഹപ്രവർത്തകരുടെ, ഇതര മതസ്ഥരായ 2 സഹപ്രവർത്തകരുടെ വിവാഹത്തിന് പോയി. ഒന്ന് വൈകുന്നേര സമയത്താണ് ചെന്നു. അവരുടെ അമ്മ നല്ല നാരങ്ങ വെള്ളം തന്നു. പിന്നെ ഇരുത്തി ഭക്ഷണം കഴിച്ചു. ഒരു പ്രശ്നമല്ല. അവിടെ ചെന്നിക്കുത്തുള്ളവർക്കും ഇരിക്കുക, ഇല്ലാത്തവർക്കും ഇരിക്കുക. സൗണ്ട് അസ്വസ്ഥത പ്രശ്നമല്ല. കാരണം എന്താ, ഒച്ചയും വിളിയൊന്നുമില്ല. ഒരു ഹിന്ദു കുടുംബമാണ്, എത്ര മാന്യമാണ്. മറ്റൊരു കല്യാണത്തിന് പോയി, രാത്രി വരണമെന്ന് പറഞ്ഞു. തലേ ദിവസം ചെന്നു, കുറച്ച് ഭക്ഷണം തന്നു. പിറ്റേ ദിവസം ചെല്ലണമെന്ന് പറഞ്ഞു, ഒരു ഓഡിറ്റോറിയത്തിൽ ചെന്നു, ഭക്ഷണം കഴിച്ചു, പിരിച്ചു പോന്നു. യാതൊരു പ്രശ്നമല്ല. എന്തേ നമ്മുടെ സമുദായത്തിന് പറ്റിയത്? എന്തേ നമുക്ക് പറ്റിയത്? നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോ ഈ ഒരവസ്ഥ പലപ്പോഴും നമ്മുടെ വിവാഹങ്ങളിലേക്ക് കടന്നു വരുന്നു. ഇതൊക്കെ ഈ സ്റ്റാറ്റസിന് വേണ്ടി ഉണ്ടാക്കിയതാണ്, വേറൊന്നുമല്ല. 1 മിനിറ്റ് സ്റ്റാറ്റസ് വീഡിയോ വേണം. അപ്പൊ അതിൽ എന്തൊക്കെ വേണം? 5 സെക്കൻഡ് മഞ്ഞ കല്യാണം, 5 സെക്കൻഡ് അരിക്കുത്ത് കല്യാണം, 5 സെക്കൻഡ് ഇങ്ങനെ കൊണ്ടുവന്നത്, 3 സെക്കൻഡ് ഇങ്ങനെ തിരിക്കണ്, 2 സെക്കൻഡ് ചുംബനം. ഇതൊക്കെ കൂടി 1 മിനിറ്റ്. ഇതിനാണ്, വേറൊന്നുമല്ല. എന്താ സംഭവിച്ചെന്നറിയോ? ത്വലാഖുകൾ അധികരിക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് ഓപ്പണായി പറയാൻ, ഈ അടുത്ത് ഒരു നിക്കാഹിനൊരു സ്ഥലത്തേക്ക് പോയി. 11 മണിക്ക് നിക്കാഹ് തുടങ്ങുമെന്ന് പറഞ്ഞു. 11:45 നിക്കാഹ് തുടങ്ങിയില്ല. പ്രശ്നമല്ല, കാരണം റോട്ടിൽ ബ്ലോക്ക് ഉണ്ടാവും. 11:45 ആയിക്കോട്ടെ. പക്ഷേ ആ ഓഡിറ്റോറിയത്തിനകത്ത് ഇരിക്കാൻ കഴിഞ്ഞില്ല, അത്ര ശബ്ദ കോലാഹലമാണ്. 11:45 തട്ടമിട്ടതും ഇടാത്തതുമായ കുറേ എണ്ണം സ്റ്റേജിൽ കയറി. ഞാൻ അവിടുന്ന് ഇറങ്ങി. എങ്ങോട്ടാ പോണു വെച്ച്, ഫെയർലാൻഡ് തിയേറ്റർക്ക് പോവുകയാണ്. അതിൻ്റെ ദിലാർ ഉഷാർ അവിടെ ഇരിക്കുന്നു. കൃത്യം 1 മാസം കഴിഞ്ഞു. ആ കുടുംബത്തിൽപ്പെട്ട ഒരാളെ കണ്ടു. അയാളോട് ചോദിച്ചു, എന്തായി? അൽഹംദുലില്ലാ, ഉഷാറായി പോണില്ലേ? ത്വലാഖായി. എങ്ങനെയാകാതൊക്കെ? ആർക്കതിൽ തൃപ്തിയുള്ളത്? ആർക്കതിൽ സന്തോഷമുള്ളത്? പ്രാർത്ഥിക്കാൻ അർഹതപ്പെട്ട സദസ്സാണോ? കല്യാണത്തിന് ചെറുപ്പക്കാരെങ്ങനെയാണ് വരുന്നു? അത്രയും നേരം ഓഡിറ്റോറിയത്തിൽ ശാന്തത, സമയം വൈകിട്ടുണ്ട് വരാൻ. പക്ഷെ വരുമ്പം തന്നെ ഒരു പടക്കം പുറത്ത്, വരുമ്പം തന്നെ പൂത്തിരി ഉള്ളില്. എന്നിട്ട് ഇവിടുന്ന് ഒരു ഹുത്തുബ കഴിഞ്ഞാലോ ഇവിടുന്ന് ഒരു പ്രാർത്ഥന. എന്ത് ബറക്കത്താണ് ഈ വിവാഹങ്ങൾക്കുള്ളത്? എന്തേ കാരണം എന്നറിയോ? പണം മാത്രം. പലസ്തീനിലെ പിഞ്ചു മക്കൾ ഭക്ഷണത്തിനു വേണ്ടി ഇസ്രായേലിയൻ പട്ടാളം വരച്ച ഒരു വരണ്ട്, ആ വരന്റെ അപ്പുറത്തേക്ക് ഒരു കാല് പോയതിനാണ് എത്ര കുട്ടികളെയാണ് അവർ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ആ മക്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടോ? ഇല്ല. ഭാവിയുണ്ടോ? ഇല്ല. മക്കൾ ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണമെന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അവരുടെ പ്രശ്നം വിശപ്പാൻ. ആകാശമാർഗം തടഞ്ഞുവെച്ചു, കരമാർഗം തടഞ്ഞുവെച്ചു. സുമൂദ് ഫ്ലോട്ടില്ലകൾ 47ഓളം കപ്പലുകൾ ആ നാട്ടിലേക്ക് ചെന്നു, തടഞ്ഞുവെച്ചു. ഒരു പ്രശ്നമല്ലല്ലോ. ഹസ്ബി അല്ലാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യർ ജീവിക്കുന്നു. കാരണം എന്താ? അള്ളാഹുവിന്റെ നിഅമത്തില്ല. അപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹം, സഹോദരിമാരെ, അള്ളാഹുവിന്റെ അനുഗ്രഹം അത് മതിമറന്നുകൊണ്ട് നമുക്ക് ജീവിക്കാനുള്ളതല്ല, അത് അള്ളാഹുവിന് നന്ദി കാണിക്കാനുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ വിവാഹം അത് മാന്യമാകണം, അത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നതാകണം. ആ വിവാഹത്തിന്റെ ആലോചന മുതൽ, ആ നിക്കാഹിന്റെ സദസ്സ് മുതൽ, ആ നിക്കാഹിലെ പ്രാർത്ഥന മുതൽ അങ്ങനെയുള്ളതാകണം. അല്ലെങ്കിൽ എന്താണെന്നറിയോ? ഈ ശബ്ദ കോലാഹലങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോ അതിന് പറ്റിയ കുറച്ച് ആളുകൾ അവിടെ ഇരിക്കും. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട കുറച്ച് ആളുകൾ ഉണ്ടാവും. അവരൊക്കെ പുറത്തേക്ക് ഇറങ്ങും. പ്രാർത്ഥിക്കേണ്ടവരെവിടെയാ? ഓഡിറ്റോറിയത്തിന്റെ പുറത്ത്. ആർഭാടം കാട്ടേണ്ടവരും സ്റ്റാറ്റസ് എടുക്കേണ്ടവരോ ഓഡിറ്റോറിയത്തിനകത്ത്. ബറക്കത്തുണ്ടാവില്ല. അപ്പൊ നമ്മളാണ് ചിന്തിക്കേണ്ടത്, നമ്മുടെ വീടകങ്ങളിൽ നടക്കുന്ന, നമ്മുടെ ഓഡിറ്റോറിയങ്ങളിൽ നടക്കുന്ന വിവാഹം അത് ഇസ്ലാമികമാകണം, അത് മാന്യമാകണം,
അതെല്ലാവർക്കും പറ്റുന്നതാകണം, അതെല്ലാവരെയും ഉൾക്കൊള്ളുന്നതാകണം. ഇതിനൊരു ബാപ്പ വിചാരിച്ചാൽ മതി. ആരാ പണമുണ്ടാക്കുന്നത്? ബാപ്പൻ. പഴയ കാലത്ത് ഒരുപക്ഷെ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠനം നിർത്തി, പഠനം അവസാനിപ്പിച്ച് കുടുംബത്തെ പോറ്റി 10ഉം 25ഉം വയസ്സായി വിവാഹം കഴിക്കുമ്പോൾ മഹറുണ്ടാക്കണം, തുണിങ്കുപ്പായം ഉണ്ടാക്കണം, ഉമ്മാക്കുപ്പാക്കും വസ്ത്രം എടുത്തു കൊടുക്കണം, കുടുംബക്കാർക്ക് കൊടുത്തു കൊടുക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഓൻ കല്യാണം കഴിക്കാൻ. അങ്ങനെയൊന്നും ആവില്ല. നൊക്കെ വാപ്പയായിരിക്കും. ഓഡിറ്റോറിയം ആരാ? വാപ്പൻ. ഭക്ഷണം ആരാ? വാപ്പൻ. ഇവന്റെ മഹർ വരെ ആരാ? വാപ്പൻ. പക്ഷെ കല്യാണം നടക്കുന്നതോ ഓന്റെ കൂട്ടുകാരന്മാർ പറയണമാതിരി. കല്യാണം നടക്കുന്നതോ പെൺകുട്ടികളുടെ കൂട്ടുകാരികൾ പറയുന്നത് പോലെ. എന്നാ കൂട്ടുകാരത്തികളെ മാത്രം വിളിച്ചാൽ മതി. നാട്ടിലെ മഹല്ല് സെക്രട്ടറിനെ വിളിക്കരുത്, മഹല്ലിലെ ഖത്തീബിനെ വിളിക്കരുത്. ഒരാളും ഈ ടൈപ്പ് നിക്കാഹ് ചെയ്തു കൊടുക്കാനും പോകാന്നാ മതി. അപ്പോ ഇവിടെ അള്ളാഹുവിന്റെ ഒരു നിഅമത്താണ് എന്ന ബോധ്യം വൈവാഹിക ജീവിതത്തിൽ ഉണ്ടാകണം. അത് വിവാഹത്തിന്റെ അന്ന് മുതൽ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വിവാഹ ജീവിതത്തിലേക്ക് കടന്നാലും പുതിയ കാലമാണ്. ഈ സ്റ്റാറ്റസുകളാണ് വൈവാഹിക ജീവിതത്തിലെ സന്തോഷം എന്നൊരിക്കലും തെറ്റിദ്ധരിക്കരുത്. പല ആളുകളും നമ്മുടെ വിവാഹം കഴിയും, നമുക്ക് 1, 2, 3 മക്കളൊക്കെ ഉണ്ടാവും. നമ്മളിങ്ങനെ എല്ലാ ദിവസവും വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കുമ്പോൾ 45ഉം 50ഉം വയസ്സായ ചില സഹോദരിമാർക്കെങ്കിലും നോക്കാണ് തോന്നിപ്പോവുകയാണ്, എൻ്റെ ഭർത്താവിന് എന്നോട് വേണ്ടത്ര സ്നേഹമില്ല, റൊമാൻസ് ഇല്ല, ടൂറ് പോരാ എന്നൊക്കെ തോന്നാനുള്ള കാരണം എന്തെന്നറിയോ? വേറൊന്നുമല്ല, സ്റ്റാറ്റസ് നോക്കുമ്പോൾ തോന്നുകയാണ്. ബാക്കിയുള്ള സ്റ്റാറ്റസ് നോക്കുമ്പോഴേ ജമീല എന്നും ടൂറിലാണല്ലോ, എന്നും വൈബിലാണല്ലോ, എന്നും യാത്രയിലാണല്ലോ, അവളുടെ ഭർത്താവിന് ഭയങ്കര റൊമാൻസ് ആണല്ലോ. നമുക്കിങ്ങനെ തോന്നുക നമ്മുടെ ഭർത്താവിനൊക്കെ അത് കുറവാണ്. അല്ല, അത് ഒറിജിനൽ അല്ല. എനിക്കറിയാം, ഞാൻ പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി ഒരിക്കങ്ങനെ നെഞ്ചത്ത് കൈവച്ചിങ്ങനെ തേങ്ങിക്കരയാണ്. ഞാൻ കുറേ നേരം സംസാരിച്ചു, കുട്ടിയൊന്നും പറഞ്ഞില്ല. ഇപ്പൊ സഹപ്രവർത്തകയായിട്ടുള്ള ഒരാൾ പറഞ്ഞു, അതൊന്നുമല്ല, അത് ടെൻഷനാണ്. എൻ്റെ ടെൻഷൻ ഒന്നുമല്ല, അത് ബാപ്പിമ്മി എന്നും രാത്രി വീട്ടിൽ കച്ചറയാണ്, പ്രശ്നമാണ്. ഞാൻ വിശ്വസിച്ചില്ല. കാരണം എന്താണെന്നറിയോ? 4 ദിവസം മുമ്പ് ബാപ്പാൻ്റെ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു, ഇണങ്ങിയും പിണങ്ങിയും വിവാഹം കഴിഞ്ഞ് 17 വർഷം. ഞാൻ കരുതി പോലെ ഭയങ്കര ചക്കരയും തേനുമാണ്. അല്ല, ഇതൊന്നും അടിയാ, എപ്പോഴോ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് വെച്ചതാ. അതുകൊണ്ട് ദയവ് കരുതി നമ്മുടെ ജീവിതം ബാക്കിയുള്ളവരുടെ വീഡിയോ കണ്ട് നമ്മൾ കുളമാക്കരുത്. നമ്മുടെ വിവാഹ ജീവിതം, നമ്മുടെ ഭാര്യ ഭർത്തൃ ജീവിതം നമ്മളാണ് ജീവിക്കേണ്ടത്. എന്ന് മാത്രമല്ല, നമ്മൾ ചാനലുകളിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ, റീൽസുകളിലൂടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ചില സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയും. ഇവരുടെ പ്രത്യേകത എന്തായിരിക്കും എന്നറിയോ? ഒന്നുകിൽ അവരുടെ ചെറിയ പ്രായത്തിൽ ഏതെങ്കിലും ഒരാളോട് പ്രണയമായി, ആ പ്രണയത്തിന്റെ സമയത്ത് ഈ ചെറുപ്പക്കാരൻ ഇത് ബ്രേക്കപ്പ് ചെയ്തതായിരിക്കും. അങ്ങനെയൊക്കെ ഇപ്പൊ പറയേണ്ടതെന്നാ, അതായത് ഇവിടെ ഒഴിവാക്കിയതായിരിക്കും. അപ്പൊ അന്ന് മുതൽ ഈ സ്ത്രീക്ക് ആരോട് ദേഷ്യം അറിയോ? എല്ലാ പുരുഷന്മാരോടും ദേഷ്യാണ്. അപ്പം അന്ന് മുതൽ ഓളൊരു ചാനൽ തുടങ്ങും. എന്താ? ദേഷ്യം തീർക്കണമല്ലോ. പിന്നെ പുരുഷന്മാർക്കെതിരെ തന്നെ സംസാരം. ചില ആളുകളുടെ കല്യാണം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു, 2 മക്കളൊക്കെ ആയി. പക്ഷെ ഭർത്താവ് ഇവൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല, ഒരു സ്നേഹമല്ല, ഒരു കരുണയില്ല, യാതൊരുവിധ സംരക്ഷണമല്ല. അപ്പോൾ ഭർത്താവിൽ നിന്ന് മാറി ജീവിക്കും. അപ്പോൾ അവളും ഒരു ചാനൽ തുടങ്ങും. ഇതിന് തോനാളൊന്നും വേണ്ട, ഒരാള്, പിന്നെ ഒരു ക്യാമറമാൻ. അവളിങ്ങനെ പറയും, നമ്മുടെ അവകാശം, നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം, നമ്മുടെ വൈബ്, നമ്മുടെ ടൂറ്, അല്ലെങ്കിലും നാം പുരുഷന്മാർ പറയുന്നതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു പ്രശ്നമല്ലാതെ അടുക്കളയിൽ ജോലി ചെയ്തിരിക്കുമ്പോൾ അങ്ങനെയാണില്ലേ എന്ന് പറഞ്ഞ എല്ലാവരും കൂടി ചാടാൻ നിൽക്കണ്ട. അതെന്താണെന്നറിയോ? ഓളെ ഭർത്താവിനൊന്നിനും പറ്റാത്തോണ്ട് ഓളെ ഒഴിവാക്കിയതാ. അപ്പൊ അന്ന് മുതൽ ഓളൊരു വീഡിയോ ഇടാൻ തുടങ്ങിയതാ. അപ്പൊ നല്ല രൂപത്തിൽ വിവാഹം ജീവിതം നയിക്കണോല് ഈ വീഡിയോ കണ്ട്, ഈ റീൽസ് കണ്ട്, ഈ ഷോർട്സ് കണ്ട് വല്ലാത്ത അവകാശത്തിൻ്റെയും വല്ലാത്ത ആധികാരികതയുടെയും വല്ലാത്ത സമത്വത്തിൻ്റെയും ഒക്കെ സംസാരങ്ങൾ സംസാരിച്ചാൽ നമ്മുടെ മക്കൾ അനാഥരാകും, നമ്മൾ അനാഥരാകും. അത് തന്നെയാണ് പലപ്പോഴും നമ്മുടെ പെൺകുട്ടികളിലേക്കും കടന്നു വരുന്നത് എന്ന് നാം തിരിച്ചറിയണം. നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ചോദിക്കാൻ നമ്മുടെ മക്കളോട്, എന്ത് വിവാഹം വേണോ? ആർക്കും വിവാഹം വേണ്ട. ഇവിടെ ഒരു തലമുറ ഉണ്ടാവോ ഏതെങ്കിലും ഒരാൾ എനിക്ക് വിവാഹം വേണമെന്ന് പറയുന്നുണ്ടോ? ഇല്ല. പക്ഷെ പ്രണയം അധികം ആളുകൾക്കും വേണം, ആർക്കും വിവാഹം വേണ്ട. പിന്നെന്താ വേണ്ടത്? വിവാഹമാണോ വേണ്ടത്? ലിവിങ് ടുഗദർ ആണോ വേണ്ടത്? ഞാൻ ഈ അടുത്തൊരു ഇൻസ്റ്റഗ്രാം ഒരു വീഡിയോ ഒരാളുടേത് എനിക്കൊരാൾ അയച്ചു തന്നു. അപ്പം ഞാനത് തുറന്നു.
അപ്പൊ ഇവൻ ഇങ്ങനെ ഒരു ചെറിയ മൈക്ക് എടുത്തിട്ട് ഇങ്ങനെ കടപ്പുറത്ത് കൂടെ അങ്ങനെ നടക്കുക. എന്നിട്ട് ഇവൻ ചോദിക്കുക, വിവാഹമാണോ വേണ്ടത്, ലിവിങ് ടുഗദർ ആണോ വേണ്ടത്? അപ്പോൾ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ വിവാഹം വേണ്ട, വിവാഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പഴയ കാലത്തെ ആളുകൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ശുദ്ധ മലയാളം പറയാം. അപ്പം ഇവൻ ആരാൾ നിങ്ങൾക്കറിയോ? ഇവൻ നമ്മുടെ അടുത്തുള്ള ഒരു ജില്ലയിൽ നിന്ന് വിവാഹം കഴിച്ച ആളാണ്. ഇവൻ്റെ സ്വഭാവം കാരണം ഈ പെണ്ണിവനെ ഒഴിവാക്കിയതാണ്. അപ്പോൾ ഓൻ്റെ വിവാഹ ജീവിതം എന്ത് ചെയ്തു? കൊളായി. ഇനി ഓൻ്റെ പരിപാടി എന്താ അറിയോ? എല്ലാവരും കൊളാക്കണം. ഞോൻ്റെ പരിപാടി അതാണ്. കാണുന്ന പെൺകുട്ടികൾ എനിക്ക് ഏതായാലും ഒരു വിവാഹ ജീവിതമല്ല, ഇനി എല്ലാവരും കൊളാക്കണം. അപ്പോൾ അങ്ങനെ ഈ മൈക്കൊക്കെ എടുത്ത് ഇങ്ങനെ പോയിട്ട് വിവാഹം വേണോ, ലിവിങ് ടുഗദർ വേണോ? അപ്പോൾ വിവാഹം എന്ന് പറഞ്ഞാൽ അതൊരു തരം അടിമത്വമല്ലേ, അതൊരു തരം പ്രശ്നമല്ലേ എന്നൊക്കെ നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് ഈ ഇൻസ്റ്റഗ്രാം റീൽസുകളൊക്കെ ഇങ്ങനെ നൽകുന്നുണ്ട്. പോലും പറയാ, ഞങ്ങൾക്ക് ലിവിങ് ടുഗദർ മതി. എന്താ? ഇഷ്ടമുള്ള സമയത്ത് ഒന്നാകുന്നു, ഇഷ്ടമുള്ള സമയത്ത് പിരിയുന്നു. കേൾക്കാൻ നല്ല രസമാണ്. രണ്ടാൾക്കും ഇഷ്ടമായി, ഒന്നായി. ആർക്കെങ്കിലും ഒരാൾക്ക് മടുപ്പ് തോന്നിയാലോ പിരിയാം, ശരി, രണ്ടാൾ ഒന്നായി. 2 വർഷം ഒന്നിച്ച് ജീവിച്ചു. 2ാമത്തെ വർഷമായപ്പോൾ ഈ പെൺകുട്ടി ഗർഭിണിയായെന്ന് വിചാരിക്കുക. അപ്പോൾ അവനൊരു മടുപ്പ്. അപ്പോൾ ഇവൻ ഗർഭിണിയാകുന്നതോടുകൂടെ സ്ത്രീയുടെ മാനസികാവസ്ഥ മാറും. അതുകൊണ്ടാണല്ലോ 16 വയസ്സുള്ളൊരു കുട്ടിയെ ഒരു പെൺകുട്ടി അടിച്ചു കൊലപ്പെടുത്തിയ ഒരു വാർത്ത വായിച്ചു. എന്താ? ഗർഭിണിയായതോടെ ഈ പെൺകുട്ടിയെ അവൻ വഞ്ചിച്ചു എന്നാണ്. അപ്പം അതോടുകൂടി ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മക്കൾ, കുടുംബം, കാഴ്ചപ്പാട് മൊത്തത്തിൽ മാറും. ഇവനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചൊന്നും മാറൂല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പം ഈ പുരുഷൻ ഈ പെൺകുട്ടിയോട് പറയാം, നമുക്ക് പിരിഞ്ഞാലോ? അപ്പോൾ അവൾ യെസ് എന്ന് പറയണം. നോ എന്ന് പറഞ്ഞാൽ അവൾ പെണ്ണാവും. പെണ്ണാകരുതല്ലോ. അപ്പം യെസ്. കരയാൻ പാടില്ല, കണ്ണീര് വരാൻ പാടില്ല. യെസ്. അതൊക്കെ ഓരോരുത്തരുടെയും ചോയ്സ് അല്ലേ. നമുക്ക് പിരിയാം, അങ്ങനെ പറയണം. അങ്ങനെ പറയണം എന്നാണ് പറഞ്ഞു. പിരിഞ്ഞു. ആരാ ഗർഭം ധരിക്കേണ്ടത്? ഷെയർ ചെയ്യാൻ പറ്റൂല, പെണ്ണ്. ആരാ ഗർഭിണിയാകേണ്ടത്? ഈ സ്ത്രീ. ആരാണ് ഈ കുഞ്ഞിനെ നൊന്ത് പ്രസവിക്കേണ്ടത്? ഈ സ്ത്രീ. ആരാ കുഞ്ഞിന് പാല് കൊടുക്കേണ്ടത്? ഈ പെൺകുട്ടി. ആരാ കുട്ടിയെ വളർത്തേണ്ടത്? ഈ പെൺകുട്ടി. ആരാ വിധവയാകേണ്ടത്? ഈ സ്ത്രീ. ആരാ അനാഥയാകേണ്ടത്? ഈ കുട്ടി. ഇവൻ അടുത്ത പുരോഗമനം ഉണ്ടാക്കാൻ പോയി. ഏത്? ലിവിങ് ടുഗദർ. നഷ്ടായിരിക്ക പെൺകുട്ടിക്ക്. പക്ഷെ നമുക്കിങ്ങനെ തോന്നുക ഭയങ്കര സംഭവമാണ്, ഭയങ്കര പുരോഗമനമാണ്, ഭയങ്കര കാഴ്ചപ്പാടാണ് എന്നൊക്കെ ഈ തലമുറക്ക് തോന്നുമ്പോൾ ഇസ്ലാം നൽകിയ ഒരു അവകാശമുണ്ടല്ലോ. ആ അവകാശം എന്താ? ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുമ്പോൾ മഹർ കൊടുക്കണം. എത്ര? ഒരു പെൺകുട്ടി ചോദിച്ച മഹർ. പിന്നെയോ അവളെ പോറ്റണം, അവളെ സംരക്ഷിക്കണം. ഇതൊക്കെ നൽകേണ്ട ഒന്നാണ്. അപ്പോ അതുകൊണ്ടാണ് കേരളത്തിന്റെ ഹൈക്കോടതി അടുത്ത് പറഞ്ഞു, കഴിഞ്ഞ വർഷം കേരളത്തിൽ ലിവിങ് ടുഗദർ വർദ്ധിക്കുന്നു, വിധവകളായ സ്ത്രീകൾ ഉണ്ടാകുന്നു. പുരുഷന്മാർക്ക് സ്ത്രീകളെ വിവാഹം കഴിക്കാൻ കിട്ടുന്നില്ല എന്നുള്ളതല്ല, ലിവിങ് ടുഗദർ കേരളത്തിൽ വർദ്ധിക്കുന്നു, വിധവകൾ ഉണ്ടാകുന്നു. അപ്പൊ നമ്മൾ പറയും ഇത് പാശ്ചാത്യൻ സംസ്കാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. അല്ല, കാരണം പാശ്ചാത്യർ തിരിച്ചു വരാൻ തുടങ്ങി. ജപ്പാനിൽ നിന്ന് ഈ അടുത്തുള്ള ഒരു അവസ്ഥ ഒരു ലേഖനത്തിൽ ഒരു ലേഖകൻ വിശദീകരിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ജപ്പാൻ ഗവൺമെന്റ് പുതിയതായി കൊണ്ട് ഇറക്കിയ ഒരു വിജ്ഞാപനം, ജപ്പാനിലെ വളരെ പ്രധാനപ്പെട്ട കമ്പനികളിൽ ജോലി ചെയ്യുന്ന അമ്മമാർ, അതും LKG മുതൽ 4ാം ക്ലാസ് വരെ പഠിക്കുന്ന അമ്മമാരുണ്ടോ, ആ അമ്മമാർക്ക്, ആ ഉമ്മമാർക്ക് ഉച്ച സമയമാകുമ്പോൾ വീട്ടിലേക്ക് പോകാം. എന്താ? ജപ്പാൻ ഗവൺമെന്റ് പറഞ്ഞു, ഇനി നമ്മുടെ ജീവിതം ഒരു ഫാമിലി ലൈഫ് ഓറിയന്റഡ് ആണ്. നമ്മൾ ഒറ്റക്കല്ല, നമ്മൾ കുറെ ശാസ്ത്രീയമായ കണ്ടെത്തൽ നടത്തുക, രാജ്യം കുറെ പുരോഗമിക്കുക, അതല്ല. പിന്നെയോ കുടുംബവുമായി കൊണ്ട് ജീവിക്കുക, അപ്പോഴേ സമൂഹത്തിൽ ധാർമ്മികത നിലനിൽക്കുള്ളൂ. അപ്പൊ ജപ്പാന്, ചൈന, റഷ്യ, അമേരിക്കയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു പുസ്തകമാണ് ഫാദർലെസ് അമേരിക്ക, അതായത് ബാപ്പല്ലാത്ത അമേരിക്ക. ലിവിങ് ടുഗദറിൽ ജീവിക്കുന്നു, കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു, മക്കൾ ഒഴിവാക്കുന്നു, ഏതെങ്കിലും സാമൂഹ്യ പ്രവർത്തകർ ഏറ്റെടുക്കുന്നു, അതായിരുന്നു. പക്ഷെ അവരൊക്കെ തിരിച്ചു വരാൻ തുടങ്ങി. ഈ അസാൻമാർഗിക പ്രവർത്തനങ്ങളിൽ നിന്ന് ജീവിതം മടുത്ത്, കുടുംബജീവിതം നഷ്ടപ്പെട്ട് അവർ തിരിച്ചു വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കുന്ന അപകടകരമായ പ്രവണതയുണ്ട്. അതുകൊണ്ട് സഹോദരിമാരെ, അള്ളാഹു നൽകിയ അനുഗ്രഹം, ആ അനുഗ്രഹം ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്ന ഒരു മേഖലയായിക്കൊണ്ട് പലപ്പോഴും വിവാഹ
സന്ദർഭങ്ങൾ മാറുന്നു എന്നത് ഏറെ അപകടകരമാണ്. ആ വൈവാഹിക ജീവിതത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ബാധ്യതകളും കടപ്പാടുകളും നിർവഹിച്ചു കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അപ്പൊ നമ്മുടെ മക്കൾ നന്നാവും. അള്ളാഹു നൽകിയ അനുഗ്രഹം ഒരു കുടുംബത്തിൽ പ്രത്യക്ഷപ്പെടേണ്ടത് സുബഹി ജമാഅത്തിന്റെ സമയത്തോടുകൂടെയാണ്. എൻ്റെ വീട് അല്ലെങ്കിൽ നമ്മുടെ വീട്, അള്ളാഹു നൽകിയ വീടും സൗകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം നമുക്കുണ്ട്. നമ്മുടെ വീട് അള്ളാഹു അനുഗ്രഹിച്ച വീടാണോ എന്ന് നാം സ്വയം മനസ്സിലാക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി. എന്തേ ഉള്ളൂ എന്നറിയോ? സുബഹി ജമാഅത്തിന് 10 വയസ്സിന് മുകളിലുള്ള ആൺകുട്ടിയടക്കം ഉപ്പയടക്കം പള്ളിയിലുണ്ടാവും. അതാണ് ഒന്നാമത്തേത്. സ്ത്രീകളാണെങ്കിലോ അവർ വീട്ടിൽ ജമാഅത്തായി നമസ്കരിക്കും. അതാണ് നമ്മുടെ വീട് അനുഗ്രഹിച്ചു എന്നത്. മനസ്ബഹ സുബഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാ. ആരാണോ സുബഹി നമസ്കരിക്കുന്നത് അവർ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. ഒന്നതാണ്. രണ്ടാമത്തേത് എന്താണെന്നറിയോ? നമുക്ക് നമ്മുടെ മക്കളെ നന്നായി കാണാൻ, അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്താൻ ഈ സമ്മേളനത്തിൽ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് നമ്മൾ ചെയ്തോ നമ്മുടെ കുടുംബം നന്നാവും. പിന്നെ മോശമാകാൻ സാധ്യത വളരെ കുറവായിരിക്കും. അള്ളാഹിന്റെ മുമ്പിൽ നമുക്ക് പിടിച്ചിരിക്കാൻ കഴിയും. എന്തേന്നറിയങ്ങൾ? മഗ്രിബിന് ശേഷം ഒരാളല്ല, ഒന്നിച്ചിരുന്ന് ഖുർആൻ വായിക്കുക. ഏത്? അമാനി മൗലവിയുടെ തഫ്സീർ. അമാനി മൗലവിയുടെ തഫ്സീർ അമാനി മൗലവി 18 കൊല്ലം കൊണ്ട് അമാനി മൗലവി അടക്കമുള്ള പണ്ഡിതന്മാർ എഴുതി പൂർത്തിയാക്കിയ ഒരു തഫ്സീറാണ്. എങ്ങനെയെന്നറിയോ? മലപ്പുറം ജില്ലയിലെ വാണിയമ്പലം എന്ന പ്രദേശത്ത് ഒരു ചെറിയ കൂരയിലിരുന്ന് തൻ്റെ കയ്യിലൊരു പലക വെച്ച് ആ പലകയിൽ ഒരു പേപ്പർ വെച്ച് ഇങ്ങനെ എഴുതിണ്ടാക്കിയ തഫ്സീറാ. അല്ലാതെ ഇങ്ങനെ എഴുതിയതല്ല. കാരണം മേശല്ലായിരുന്നു വീട്ടിൽ. പിന്നെയോ കയ്യിൽ വെച്ച് എഴുതിയതാണ്. സ്വന്തം എഴുതി, സ്വന്തം പ്രസ് പോയി കൊണ്ടേ കൊടുത്ത്, സ്വന്തം പ്രൂഫ് നോക്കി ഉണ്ടാക്കിയെടുത്ത തഫ്സീറാണ്. ആ തഫ്സീർ അമാനി മൗലവി 18 വർഷം കൊണ്ട് എഴുതി പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ആ തഫ്സീർ 5 വർഷം കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു കുടുംബത്തിന് വായിച്ചു തീർക്കാൻ കഴിയും. ഒന്നും വേണ്ട, അമാനി മൗലവിയുടെ തഫ്സീർ എടുക്കുക, ബാപ്പ വായിക്കുക, ബാപ്പല്ലാത്ത ഉമ്മ വായിക്കുക, 10 15 ആയത്തുകൾ ഓതിയാൽ മതി. നമ്മുടെ ആൺകുട്ടി ഇവിടെ ഇരിക്കുക, പെൺകുട്ടി അപ്പുറത്തിരിക്കുക, മക്കളിരിക്കുക, ഭാര്യ ഇരിക്കുക. ഒന്നാമത് അതുകൊണ്ട് ലഭിക്കുന്ന ലാഭം എന്താണെന്നറിയോ? വീട്ടിൽ നേരം വെളുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ദേഷ്യമായിരിക്കും. ഒരിക്കലും സ്ത്രീകളെ കുറ്റപ്പെടുത്തല്ല. കാരണം എന്താ? ബ്രഷ് എടുക്കാത്ത ഒരാളുണ്ടാവും, ടൈം ടേബിൾ നോക്കാത്ത ഒരാളുണ്ടാവും, കുളിക്കാത്ത ഒരാളുണ്ടാവും, മദ്രസയ്ക്ക് പോകാൻ മടി കാട്ടുന്ന ഒരാളുണ്ടാവും. അപ്പോൾ ഉമ്മ ദേഷ്യപ്പെടല്ലാതെ ഒരു രക്ഷയില്ല. ഇതൊക്കെ പാടെ നടക്കണ്ടേ? അപ്പം രാവിലെ നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മളൊരു തരം വൈകാരിക അവസ്ഥയിലാണ്. വൈകുന്നേരം മക്കൾ സ്കൂളിട്ട് വന്നാലോ അതിലേറെ വലിയ പ്രശ്നമായിരിക്കും. അപ്പം നമ്മൾ സത്യത്തിൽ നമ്മുടെ മക്കളോടൊക്കെ ചിരിക്കുന്ന സമയമൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും. പക്ഷേ ഈ ഖുർആൻ മഗ്രിബിന് ശേഷം വീട്ടിലിങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഇങ്ങനെ ഓതിയ ഒരു ശാന്തത ആദ്യം ഇങ്ങനെ കൈവരും. ഇങ്ങനെ വായിക്കുക. അപ്പം നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് ഈ ഖുർആൻ അങ്ങനെ ഓതും. സൂറത്തുന്നാസ് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യരെ വഴിപിഴപ്പിക്കുന്ന മനുഷ്യരിലും ജിന്നുവർഗത്തിലും പെട്ട പിശാചുകൾ. അപ്പം നമ്മളിങ്ങനെ അതിങ്ങനെ വിശദീകരണം വായിക്കുമ്പോൾ നമ്മുടെ മക്കൾ +2 പഠിക്കാൻ, കോളേജ് പഠിക്കാൻ, അവർ പല തിന്മകളിലേക്കും പോകാൻ സാധ്യതയുണ്ട്. അവരുടെ മനസ്സിലേക്ക് ഇതിങ്ങനെ ഇറങ്ങും. സൂറത്തുൽ ഫലക്ക് വായിക്കുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ ഉണ്ടാകും. പിശാച് മനസ്സിൽ പലതും കൊണ്ടുവരും. പല മക്കളും ഒരു പക്ഷേ നിരീശ്വരവാദികളായിട്ട് വരെ പോകാതിരിക്കട്ടെ. അപ്പം അതിലുണ്ടാവും ഇങ്ങനെ അമാനി മൗലവി എഴുതിയിട്ടുണ്ടാവും. എല്ലാം ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അപ്പം എന്നാ അള്ളാനാരാ സൃഷ്ടിച്ചത് ചിന്ത മനസ്സിക്ക് വരും. അപ്പം നമ്മുടെ ഒരു കുട്ടി ഇങ്ങനെ ചിരിക്കും. കാരണം എന്താ അറിയോ? ആ കുട്ടി ഒരിക്കൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പം അമാനി മൗലവി എഴുതിയിട്ടുണ്ട്, ആ ചിന്ത വന്ന അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഉടനെ തിരിച്ചു വരണം. കുറച്ചും കൂടി കഴിയുമ്പോൾ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ആരാ നശിച്ച ആളുകൾ? ആരാണ് നഷ്ടത്തിലായ ആളുകൾ? സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും ഉപദേശിക്കാത്തവർ. അപ്പം ക്ഷമ കൊണ്ട് ഉപദേശിക്കാൻ പറഞ്ഞാൽ എന്താ? ഒരു ക്യാമ്പസിൽ പഠിക്കാൻ, ഒരു കലാലയത്തിൽ പഠിക്കാൻ 20 കുട്ടികളാണ് ഒരു ക്ലാസ്സിലുള്ളത്. 18 കുട്ടികൾക്കും വളരെ മോശം ബന്ധങ്ങളുണ്ട്, വളരെ മോശം കാഴ്ചപ്പാടുകളുണ്ട്. ഈ 2 കുട്ടികൾക്ക് പിടിച്ചിക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ തഫ്സീർ വായിക്കുമ്പോൾ വായിച്ചു കൊടുക്കണം, മോളെ എന്താണെന്നറിയോ? നഷ്ടത്തിൽപ്പെടാത്ത പോലെ ആരറിയോ? ക്ഷമ അവലംബിക്കാൻ, നന്മയിൽ പിടിച്ചിൽക്കാൻ. കുറച്ചും കൂടി കഴിയുമ്പോൾ അൽഹാക്കുമുത്തകാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ. ആരാണ്
അൽഹാക്കുമുത്തകാസുർ, പരസ്പരം പെരുമനടിക്കുന്നത് നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. എത്രയുള്ളൂ? ഹത്താ സുർത്തുമുൽ മഖാബിർ, നിങ്ങൾ ഖബറിടങ്ങൾ സന്ദർശിക്കുന്നത് വരെ. അപ്പം മക്കളോട് പറയാ, നമ്മുടെ കല്യാണം ചെറിയൊരു കല്യാണമാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒന്നും നമ്മുടെ കല്യാണത്തിന് ഉണ്ടാവില്ല. വീട്ടിലേക്ക് വരുന്നവർക്ക്, ഓഡിറ്റോറിയത്തിന് വരുന്നവർക്ക് നമ്മൾ നല്ല ഭക്ഷണം കൊടുക്കും. കാരണം ഇതൊക്കെ ഒരു ആഡംബരത്തിൻ്റെ ലോകമാണ്. നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ 10ാമത്തെ വയസ്സിൽ തന്നെ അതിറങ്ങി. സൂറത്തു നബ എത്തുന്നതിൻ്റെ മുൻപ് തന്നെ 2 or 3 സ്ഥലങ്ങളിൽ യതീമിനോടുള്ള ബാധ്യത, സാധുവിനോടുള്ള ബാധ്യത, പാവപ്പെട്ടവനോടുള്ള ബാധ്യത നമ്മൾ ഒന്നിച്ചു വായിക്കും. അത് നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങും, നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് ഇറങ്ങും. നമ്മുടെ മക്കൾ ഏറ്റവും വലിയ നമ്മുടെ അനുഗ്രഹമായ നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ നിൽക്കണോ? ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഒന്നിച്ചിരുന്ന് ഖുർആൻ വായിക്കുക. അറബിയല്ല, ഖുർആൻ മാത്രമല്ല, അതിൻ്റെ അർത്ഥം വായിക്കുക, അതിൻ്റെ വിശദീകരണം വായിക്കുക. ആ വിശദീകരണം നമ്മുടെ മക്കളിലേക്ക് നാം പകർന്നു നൽകുക. അപ്പം നല്ല ഒരു കുടുംബ വ്യവസ്ഥ രൂപപ്പെട്ടു വരും. അപ്പം ഖുർആൻ ഇങ്ങനെ ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ മകൻ, നമ്മുടെ മകൾ സ്കൂളിൽ നടക്കുന്ന ഒരു സംഗതി സന്തോഷത്തോടെ നമ്മളോട് പറയും, ഇന്നുണ്ടല്ലോപ്പാ ഇന്ന് സ്കൂളിൽ നിന്ന് ഇന്ന സാറ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പം നമുക്കത് കേൾക്കാനൊരു രസം ഉണ്ടാവും. ഉമ്മാനോട് ഇങ്ങനെ പെൺകുട്ടി ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ നല്ല അവസ്ഥയിലായിരിക്കും. രാവിലത്തെ അവസ്ഥയിലാവില്ല, സ്കൂളിട്ട് വരുന്ന അവസ്ഥയിലാവില്ല, ഖുർആൻ ഓതിയ അവസ്ഥയാണ്, നല്ല സമാധാനത്തിൻ്റെ അവസ്ഥയായിരിക്കും. അപ്പോൾ ഒരു ശാന്തത ഉണ്ടാവും, സ്വസ്ഥത ഉണ്ടാവും, വീട്ടിൽ ഒരു ദീനീ പശ്ചാത്തലം ഉണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹം നമുക്ക് മതിമറന്ന് ജീവിക്കാനുള്ളതല്ല. സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും ആഡംബരവും ആസ്വാദനവുമായി തീരാനുള്ളതല്ല. നമ്മളെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കുടുംബമാണ്, വളരെ ചെറിയ കുടുംബം. ഒരു വാപ്പ, ഒരു ഉമ്മ, ഒന്നുകിലൊരു ഉമ്മയും ബാപ്പയും ആ വീട്ടിലുണ്ടാവും, 2 or 3 മക്കളുണ്ടാവും. പക്ഷെ എന്ത് ചെയ്യാൻ കഴിയണില്ല, നമുക്ക് പലപ്പോഴും നിയന്ത്രിക്കാൻ കഴിയണില്ല. ഞാൻ 11ാമത്തെ മകനാണ് എൻ്റെ ഉമ്മാൻ്റെ, 11ാമത്തെ മകൻ. എൻ്റെ 10ാമത്തെ വയസ്സിൽ എൻ്റെ ബാപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം എങ്ങനെയായിരിക്കും ഇന്നെപ്പോലത്തെ ഒരാളെയൊക്കെ വളർത്തിയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്താണെന്നറിയോ? വിദ്യാഭ്യാസം കുറേ ഉണ്ടായിട്ടല്ല, അക്ഷരം എഴുതാൻ അറിഞ്ഞിട്ടല്ല, പത്രം വായിക്കാൻ അറിഞ്ഞിട്ടില്ല, മറിച്ചോ അള്ളാഹുവേ എന്ന വിളിയോടുകൂടി പ്രാർത്ഥനയോടുകൂടി മക്കളെ വളർത്തിയത് കൊണ്ടാണ്. അപ്പം നമ്മൾ നമുക്ക് വേണ്ടി വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ ഒരു ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കുക. അത് നമുക്ക് ആസ്വദിക്കാനുള്ളതാ, നമുക്ക് സന്തോഷിക്കാനുള്ളതാ. ആ ആസ്വാദനവും ആ സന്തോഷവും അള്ളാഹു നൽകിയ അനുഗ്രഹത്തിനെതിരാകരുത് എന്ന് നാം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു സന്തോഷം കല്യാണത്തിന് അന്നേ ഉണ്ടാവുള്ളൂ, 10 ദിവസം കഴിഞ്ഞാണ്ടാവില്ല, മാസങ്ങൾ കഴിഞ്ഞാണ്ടാവില്ല, വർഷങ്ങൾ കഴിഞ്ഞാണ്ടാവില്ല. നമുക്ക് മരണം വരെ നമ്മുടെ മക്കൾ, നമ്മുടെ മരുമക്കൾ, നമ്മുടെ മാതാവ്, നമ്മുടെ പിതാവ് ഇവരൊക്കെ ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ വളരുന്നത് നമുക്ക് കാണണം. അവസാനമായി ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന് ISM-നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുണ്ട്. നമ്മളൊക്കെ മുജാഹിദുകളാണ്. ഈ ആദർശം നമുക്ക് അഭിമാനമാണ്. നമ്മുടെ പോക്കറ്റിലുള്ള 1 രൂപ ഇന്നുവരെ ഒരു ജാറത്തിന്റെ മഖബറയുടെ അടുത്ത് നമ്മൾ ഇട്ടിട്ടില്ല. അതിന്റെ കാരണം എന്താ? നമ്മുടെ ബുദ്ധി കൊണ്ടല്ല, നമ്മൾ മുജാഹിദുകളായതുകൊണ്ടാണ്. നമ്മുടെ മക്കളും മുജാഹിദുകളാകണം, നമ്മുടെ മക്കൾക്കും ഇസ്ലാമികമായ ആദർശം ഉണ്ടാകണം, നമ്മുടെ മക്കൾക്കും ഇസ്ലാമികമായ സംസ്കാരം ഉണ്ടാകണം. ISM-ന്റെ മെമ്പർഷിപ്പ് ഇന്ന് രാത്രി 12 മണിയോടുകൂടെ ക്ലോസ് ആവും. ISM-ന്റെ മെമ്പർഷിപ്പിന്റെ അവസാന ദിവസമാണ്. കേരളത്തിൽ 15,000-ലധികം മെമ്പർമാർ ISM-നുണ്ട്. ആ മെമ്പർമാരിൽ 15 വയസ്സുള്ള നമ്മുടെ മക്കൾ, 45 വയസ്സ് വരെയുള്ള നമ്മുടെ മക്കൾ അംഗങ്ങളായിട്ടുണ്ടോ എന്ന് വീട്ടിൽ പോയിട്ട് നമ്മൾ ചോദിക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് നിങ്ങൾ, ആളുകൾ പലതും പറയും, നിങ്ങൾക്കെന്നും സമ്മേളനാണ്, എന്നും കടപ്പുറത്താണ്, എന്നും MGM ആണ്, എന്നും ഇതൊക്കെ എന്നും ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ എത്രയെങ്കിലും ആയി തീർന്നിട്ടുള്ളത്. അപ്പം ഇനിയും നമുക്ക് ചെയ്യാനുള്ളത് ഈ ആദർശ പ്രബോധന പ്രവർത്തനങ്ങളാണ്. അല്ലെങ്കിൽ ഇന്ന് തന്നെ ഉച്ചക്ക് നമ്മൾ 16 വയസ്സായ 15 വയസ്സുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ വിളിക്കുക, അമ്മാൻ്റെ കുട്ടി ISM-ൽ മെമ്പർഷിപ്പ് എടുത്തോ, ഓ MSM ആണ്, പക്ഷെ ISM-ൽ മെമ്പർഷിപ്പ് ഉണ്ടാകണം. ഇല്ല എങ്കിൽ അവൻ്റെ മെമ്പർഷിപ്പ് നമ്മൾ ഇന്ന് ചേർത്തണം 12 മണിക്കിടയിൽ. അപ്പോൾ അവൻ ആദർശത്തിൻ്റെ ഒരു ബെൽറ്റിലായി, നമ്മൾ ആദർശത്തിൻ്റെ ബെൽറ്റിലായി. അപ്പോഴോ അവനെ നമുക്ക് നമ്മുടെ സംഘടനാ പ്രോഗ്രാമുകളിലും ആദർശ പ്രോഗ്രാമുകളിലുമൊക്കെ നമുക്ക് പങ്കെടുപ്പിക്കാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത്, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ മതിമറക്കാതെ
സന്തോഷത്തോടെ, സ്വസ്ഥതയോടെ, സമാധാനത്തോടു കൂടി ജീവിക്കാൻ നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ വൈവാഹിക ജീവിതം, നമ്മുടെ വീട് കൂടൽ, നമ്മുടെ ജീവിതത്തിൽ ഏത് സന്ദർഭങ്ങളുണ്ടോ അള്ളാഹു പറഞ്ഞ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാക്കി ജീവിക്കാൻ നാം ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.